നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കയ്പമംഗലം കൂരിക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് കുത്തേറ്റു. നാടെങ്ങും ഓണത്തിനൊരുങ്ങി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഓണാഘോഷം നടത്തി. ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനും വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി വാടാനപ്പള്ളി എക്സൈസും തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് വാഹന പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കൂരിക്കുഴിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർക്ക് കുത്തേറ്റു. കൂരിക്കുഴി 18 മുറി സ്വദേശികളായ പുതിയ വീട്ടിൽ ബിലാൽ, വലിയകത്ത് സിംസാം എന്നിവർക്കാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ഇരുവരെയും കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. യുവാക്കൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് കത്തിക്കുത്തുണ്ടായതെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മണലൂർ പഞ്ചായത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തിയ ആഘോഷ പരിപാടി KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരക്കളി, ഓണപ്പാട്ട്, സിനിമാ ഗാനങ്ങൾ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, കസേരക്കളി എന്നിവ ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ബ്ലോക്ക് ഭാരവാഹികളായ ശശിധരൻ മാസ്റ്റർ, ബാലകൃഷ്ണൻ കൊച്ചത്ത്, ഗോപാലകൃഷ്ണൻ T എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ ആനി മുരളി, പ്രദീപ് മാസ്റ്റർ, രാജു, മുരളി എന്നിവർ നേതൃത്വം നൽകി. പൂർവം യൂണിറ്റുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ടീമുകൾ ഉള്ളത്. തിരുവാതിരക്കളി മാത്രമല്ല, വേറെ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ ഐറ്റംസൊക്കെ ഇവരുടെ കൈകളിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് എല്ലാവരുടെയും മനം കവരുന്ന തരത്തിലുള്ള ഒരു തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ തിരുവാതിരക്കളിക്ക് വാടാനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്ര മഹോത്സവവും വിനായക ചതുർത്ഥി ആഘോഷവും സമാപിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന താന്ത്രികാചാരക്രിയകളോടെ വിനായക ചതുർത്ഥ ദിനമായ ബുധനാഴ്ച ആറാട്ടോടുകൂടിയും ഗണേശ വിഗ്രഹ മഹാനിമഞ്ജനത്തോടെയും സമാപിച്ചു. അമൃതതീരം ഗ്രാമസേവാ സമിതി, ദേവീനഗർ ഗ്രാമസേവാ സമിതി, വീരസവർക്കർ ഗ്രാമസേവാ സമിതി, ഗണേശമംഗലം വെസ്റ്റ് സംഘമിത്ര തുടങ്ങി ദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന് മഹാനിമഞ്ജന ഘോഷയാത്രയായി വാടാനപ്പള്ളി ബീച്ച് അമൃതതീരത്ത് നിമഞ്ജനം നടത്തി. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികളും ക്ഷേത്രം മേൽശാന്തി ഷിനോജ് ശാന്തിയും നേതൃത്വം നൽകി. ക്ഷേത്രം ഭാരവാഹികളായ ദിവാകരൻ പഴങ്ങാമ്പറമ്പ്, ലോഹിതാഷൻ ഞാറ്റുവെട്ടി, സുനിൽകുമാർ പണിക്കെട്ടി, രാജൻ ചാണാശ്ശേരി, പ്രദീപ് പണ്ടാരൻ, മാല ജഗദീഷ്, ആഘോഷ കമ്മിറ്റി കൺവീനർ CP സതീഷ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
കാനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ CDS മെമ്പർ, ADS പ്രസിഡന്റ് എന്നിവർക്ക് ഓണസമ്മാനം നൽകി. കരിപ്പാറ സരള പുഷ്പാങ്കദന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഓണസമ്മാന വിതരണോദ്ഘാടനം നടത്തി. ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, തൊഴിലുറപ്പ് തൊഴിലാളി പ്രതിനിധി ഗിരിജ കൊടപ്പുള്ളി, അംഗനവാടി വർക്കർമാരായ അഞ്ജു KB, അഷ്ടമി ഹെൽപ്പർമാരായ ഗീത, നിമ്മി, ഹരിതകർമ്മസേന അംഗങ്ങളായ ലിറ്റ ജോസ്, രമ മണികണ്ഠൻ, തൃപ്രയാർ സർഗസംസ്കൃതി ചെയർമാൻ ജയൻ ബോസ്, സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് പോൾ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഓണത്തിന് നമുക്കൊരു പുടവ കിട്ടുമ്പോൾ അത് ഓണപ്പുടവയായിട്ട് മാറുകയാണ്. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? പഴയ കർണന്മാരൊക്കെ പറയും ഓണത്തിന് കൊടുത്താലാണ് പുടവയായിട്ട്. ചില കർണന്മാർ നമ്മളൊക്കെ ചെറുതാക്കാൻ വേണ്ടി പറയുന്നതിനേക്കാളും എത്രയോ ഓണം കൊണ്ടിട്ടുള്ള ആളാണ് ഞാനെന്ന് പറയുന്നത്. ഓണം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു ആഘോഷമാണ്. അതിലൊരുപാട് നിറങ്ങളുണ്ട്, പൂക്കളുണ്ട്, അതിന് സംഗീതമുണ്ട്, അതിന് താളമുണ്ട്. എല്ലാം നടന്ന ഒരു ഓണാഘോഷ പരിപാടിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ച് എൻ്റെ അമ്മമാരും എൻ്റെ പെങ്ങന്മാർക്കൊക്കെ ഈ വസ്ത്രം ഓണപ്പുടവ വിതരണം ചെയ്യുമ്പോൾ എന്നെ വിളിച്ച അതിനോടൊക്കെ എനിക്ക് നന്മയുണ്ട്. ഇന്നുവരെ വന്നില്ല അതിലൊരുമില്ല, കഴുത്തിലാണ് ലലിതുമില്ല, കയ്യിലാണ് വളയുമില്ല, കാലിലുമില്ല. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അന്തിക്കാട് വില്ലേജ് സമ്മേളനം അന്തിക്കാട് പാൽ ഡയറി ഹാളിൽ ചേർന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് വില്ലേജ് പ്രസിഡന്റ് സുധർമ്മ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷീജ രാജീവ്, ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി രാമൻ, സംഘാടക സമിതി ചെയർമാൻ KV രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുധർമ്മ വിജയൻ, സെക്രട്ടറി അജയ ബാബു, ട്രഷറർ ഷേർലി ജേക്കബ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഇതാണ് ഇന്ത്യ രാജ്യത്തെ മറ്റ് വടക്കൻ പ്രദേശങ്ങളിൽ RSSഉം BJPയും ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ സ്ഥിതി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, അവർ സ്കൂളിൽ പോകുന്നില്ല. കാരണം എന്താണ്? പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും. നമ്മൾ ഇവിടെ നിന്ന് പോയി മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഡൽഹിയിലും എല്ലാം ട്രെയിൻ ചെന്നിറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ മക്കൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലുള്ള കമ്മലും മാലയും വളയും ഒക്കെയായി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. പിന്നാലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എങ്ങണ്ടിയൂർ യൂണിറ്റ് ഓണാഘോഷം നടത്തി. തിരുമംഗലം സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷം KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TC റീത്ത ടീച്ചർ അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ്, 8-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഓണാഘോഷ പരിപാടിക്ക് തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിച്ചിരുന്ന, ജാതിമത വ്യത്യാസമില്ലാതെ ആ ഒരു നല്ല കാലഘട്ടത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരുടെ ദേശീയ ഉത്സവം എന്ന രീതിയിൽ ഓണാഘോഷം നടത്തുന്നത്. കഴിഞ്ഞുപോയ ആ നല്ല കാലം വീണ്ടും തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. തിരുവോണം തിരുവോണം മാവേലി തമ്പ്രന്റെ പൊന്നോണം, പപ്പടം വേണം, പഴം വേണം, ഉപ്പേരി വേണം കുഞ്ഞാനേ. പപ്പടം വേണം, പഴം വേണം, ഉപ്പേരി വേണം കുഞ്ഞാനേ. പപ്പടത്തൊട്ടി, പഴത്തൊട്ടി, ഉപ്പേരി തൊട്ടി, ഏലേല. കൊടുങ്ങല്ലൂർ ശാന്തിനികേതൻ ഇന്റർനാഷണൽ സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റ് നോവലിസ്റ്റ് ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു.
അതറിയോ, ഈ മുക്തികളിലൂടെയാണ് മുക്തവാസന കൂടുതലും എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയോ, കുട്ടിക്കാലത്ത് നിങ്ങൾ പഠിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒരുപാട് അറിവുകളാണ്. അതിന് നിങ്ങൾക്ക് കൂടുതലും പ്രോത്സാഹനം നൽകുക. ശാന്തിനികേതൻ ഖുർഷിദ് ജഹാൻ അധ്യക്ഷനായി. ഐശ്വര്യ ES, സുരേന്ദ്രൻ PD, ജിനി PB, അശ്വതി PJ, ഷമിത A വാഹിദ്, അനുപമ MG, ജിജു KV എന്നിവർ സംസാരിച്ചു. പുസ്തകങ്ങൾ വാപ്പുവലപ്പാട് വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. BPJS തൃശൂർ ജില്ലാ കമ്മിറ്റി അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു. എടമുട്ടത്ത് നടന്ന പരിപാടി ഭാരതീയ പട്ടികജന സമാജം സംസ്ഥാന സെക്രട്ടറി PK അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TV വിശ്വമിത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KK ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റുമാരായ MS വേണു, KC വേണു, ജില്ലാ മുൻ പ്രസിഡന്റ് KS അനിൽകുമാർ, ജില്ലാ മഹിളാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ, സെക്രട്ടറി രശ്മി സുമേഷ്, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, മഹിളാ ട്രഷറർ ജാനു സജീവൻ എന്നിവർ സംസാരിച്ചു. എന്താണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിരന്തരം എന്നോണം അദ്ദേഹത്തിൻ്റെ ജന്മദിനങ്ങൾ വളരെ കാലങ്ങളായി നമ്മൾ ആഘോഷിച്ചു വരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ 1863 ജനിച്ച മഹാത്മാ അയ്യങ്കാളി തൻ്റെ 16 വയസ്സിനുള്ളിൽ 20 വയസ്സിനുള്ളിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് നിലനിന്നിരുന്ന കൊടിയ ജാതീയ വിവേചനത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ഓണത്തിന് 150-ൽ പരം ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ. സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന വിഭാഗത്തിന് ചേർത്ത് നിർത്തി വീണ്ടും മാതൃകയാക്കുകയാണ് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. ഇത്തവണ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ചെർക്കര UP സ്കൂളിലെയും സെൻട്രൽ UP സ്കൂളിലെയും തളിക്കുളം BRCയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ പേഷ്യൻസിന്റെ വീടുകളിലും ഓണക്കിറ്റുകൾ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നാട്ടിക SN ട്രസ്റ്റിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ മാതൃകയായത്. അരിയും പലചരക്ക് സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ജയാബിനി GSB, ഹെഡ് മിസ്ട്രസ് മിനിജ R വിജയൻ, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ ഷൈജ EB, അമൂല്യ, സെൻകുമാർ എന്നിവർ സംസാരിച്ചു. ഒരു അധ്യാപികയ്ക്ക് ഒരു വർഷക്കാലം പഠിപ്പിക്കാൻ കിട്ടുന്ന സമയം പോരാ യഥാർത്ഥത്തിൽ ക്ലാസ്സുകൾ പൂർത്തീകരിക്കാൻ. പക്ഷേ ടീച്ചർ തൻ്റെ പാഠങ്ങൾ പൂർത്തീകരിക്കുക മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഈ നാടിൻ്റെ കരുത്തായി, ഈ നാടിൻ്റെ തെളിച്ചമായിട്ട് കുട്ടികളെ കൊണ്ടും ടീച്ചറുടെ ബുദ്ധിയിലും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ശലഭ ടീച്ചർ സാക്ഷ്യം വഹിച്ചു നേതൃത്വം കൊടുക്കുകയുമാണ്. പ്രത്യേകിച്ച് ടീച്ചറുടെ ഒരു റീല് കാണാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു ദിവസം വീണ വായിക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം നൃത്തമാണ് ചെയ്യുന്നത്, അല്ലേ? വേറൊരു ദിവസം പാട്ടാണ് ടീച്ചർ. അങ്ങനെ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവകാരുണ്യത്തിന് മാത്രം ജീവിക്കുന്ന ഒരു ടീച്ചർ ഞാൻ പലപ്പോഴും ഇതിനെ ആലോചിക്കാറുണ്ട്. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓണാഘോഷം നടന്നു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ DYSP VK രാജു നിർവഹിച്ചു. നിങ്ങളുടെ കലാലയത്തിലും നിങ്ങൾ ഓണം കൊണ്ടാടുകയാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചത്, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോളേജൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്നു, പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. കുട്ടികളും അധ്യാപകരും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട് ഇപ്പോൾ എല്ലാ കോളേജിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുള്ള മുഴുവൻ കോളേജുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ഒരു കോളേജിലെ ഇന്നത്തെ ഓണാഘോഷം വിവാദമായിരിക്കുകയാണ്. ഇങ്ങനെ റിപ്പോർട്ടർ TV ചാനൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ വേഷം ധരിച്ച് കുറച്ച് കുട്ടികൾ ജീപ്പിൽ കയറി. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NC അനീജ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ V ശശിധരൻ, MV ലധിമോൾ, ലിജിന, സ്മിത, സുഷമ, സജിത, അപർണ, കവിത, ദീപ, അങ്കിത, രൂപ, കൃഷ്ണപ്രിയ, ഹന്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് NES കോളേജ് അധ്യാപികമാർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും വിദ്യാർത്ഥികളുടെ പൂക്കള മത്സരം, വടംവലി, ഉറിയടി എന്നീ മത്സരങ്ങളും നടന്നു. മത്സര വിജയികൾക്ക് DYSP ട്രോഫികൾ വിതരണം ചെയ്തു.
കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതി ഓണത്തിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ തുക നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിതരണം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ധർമ്മപാലൻ, ലീല കിഴക്കേപ്പാട്ട്, ലക്ഷ്മി, രാജൻ എന്നിവർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സെക്രട്ടറി ടി സുമി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബാങ്ക്